ഹലോ ഗായ്സ്, അപ്പം ഇന്നൊരു കല്യാണത്തിന് പോയാലോ? ഇന്ന് മൂത്തമ്മാൻ്റെ കുടുംബത്തിലുള്ള ഒരു കല്യാണത്തിനാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മൂത്തമ്മയും ഞാനും പിന്നെ അനുമോളും കൂടിയാണ് പോണത്. മൂത്തമ്മ ഒറ്റക്കായത് കൊണ്ട് തന്നെ ഞങ്ങളെയും കൂടെ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്നു. ബസ്സിൽ കയറിയപ്പോഴാണെങ്കിലോ വമ്പൻ തിരക്ക്. കാരണം ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള ഓഡിറ്റോറിയത്തിൽ ഇറങ്ങാനായിരുന്നു ആ തിരക്ക്. അങ്ങനെ അവരെല്ലാം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി. അങ്ങനെ കയറി ചെന്നപാടെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. ജ്യൂസ് എല്ലാം കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി. നല്ല അൽഫാമും മന്തിയും പിന്നെ നല്ല ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അൽഫാമും മന്തിയാണ് കഴിച്ചത്. പിന്നെ കുറച്ച് ടൈം ഞാനും അനുമോളും പോസ്റ്റ് ആയിരുന്നു. കാരണം മൂത്തമ്മന്റെ ഫാമിലിയിലുള്ളവരെല്ലാവരെയും കാണണ്ടേ. മൂത്തമ്മ അവരെല്ലാം കണ്ടുവരട്ടെ. ഞാനും അനുമോളും കൂടി കുറച്ച് സൊറൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അവളെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ ബസ്സിന്റെ ടൈം ആയപ്പോൾ എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ ബസ് വന്നു. പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ അങ്ങാടിയിലെത്തിയപ്പോൾ ഉമ്മ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പറഞ്ഞിരുന്നു. അതെല്ലാം മേടിച്ച് നേരെ വീട്ടിലോ. അങ്ങനെ വീട്ടിലെത്തി നോക്കിയപ്പോഴോ എൻ്റെ ഉമ്മാന്റെ ഫോൺ ഇതേ ഇവിടെ ചത്ത് കിടക്കുകയാണ്. എന്ത് പറ്റിയാണാവോ? അതിനെ നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ നേരെ പോയി ഒന്ന് മയങ്ങി. മാമിന്റെ കോള് വന്നപ്പോഴാണ് എണീക്കുന്നത്. പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഉമ്മ അവിടെ സുഖിയം പൊരിക്കണം. അപ്പൊ റഷീബാത്ത് എന്ന് വട ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അമ്പടും റഷീബാത്തും കൂടി അത് കൊണ്ടുപോയി. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.